വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു കിഡിലൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മളെല്ലാവരും നമ്മളെ വീട്ടിൽ മുട്ട ഉണ്ടാക്കാറുണ്ട്. അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡിൻ്റെ കൂടെയോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൂടെ സൈഡായിട്ടൊക്കെ നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല ഫ്ലഫിയും ലൈറ്റും ആയിട്ടുള്ള സ്ക്രാമ്പിൾഡ് എഗ്സിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ചെയ്യുന്നത്. ഇത് സാധാരണ ഉണ്ടാക്കുന്ന പോലത്തെ സ്ക്രാമ്പിൾഡ് എഗ്സ് അല്ല, നമ്മൾ ഒരു സ്പെഷ്യൽ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇതിനായിട്ട് ഞാൻ 3 വലിയ കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഈ 3 കോഴിമുട്ടയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ബ്ലാക്ക് പെപ്പറാണ് ചേർത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടോ ഫോർക്ക് ഉപയോഗിച്ചിട്ടോ, അതല്ല നിങ്ങളെ കയ്യിൽ ഇതുപോലത്തെ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. ഇതൊന്ന് റൊട്ടേറ്റിംഗ് മോഷനിൽ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ട് മുകളിൽ പത വരുന്ന രീതിയിലാക്കിയിട്ട് എടുക്കുക. നല്ല അടിച്ച് പതപ്പിക്കുന്നത് വേണ്ട, ഇതുപോലെ ഒന്ന് പതഞ്ഞ് കിട്ടണം. ഈ ഒരു പാകത്തിലാണ് ഇത് വേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ട വേറെ സംഭവം എന്ന് പറയുന്നത്, ചോറൊക്കെ ഊറ്റാനായിട്ട് നമ്മളൊരു കൊട്ട ഉപയോഗിക്കില്ലേ, ഇതുപോലുള്ളൊരു കൊട്ടയാണ്. ഇനി ഇതുപോലെ തുളകളുള്ള കൊട്ട നിങ്ങളെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പലഹാരമൊക്കെ എണ്ണയിൽ നിന്ന് വറുത്ത് കോരുന്ന ആ ഒരു കോരി നിങ്ങൾക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. ഞാനൊരു പാനിൽ എണ്ണ ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. സാധാ സൺഫ്ലവർ ഓയിലാണ്. ബട്ടർ വേണ്ടവർക്ക് ബട്ടറും യൂസ് ചെയ്യുക. എന്നിട്ട് അത് നന്നായിട്ട് ചൂടാക്കുക. അതിനുശേഷം ഫ്ലെയിം താഴ്ത്തി വയ്ക്കുക. എണ്ണ നല്ല ചൂടുണ്ടാവണം. അതിനുശേഷം നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള കോഴിമുട്ട ഇതുപോലെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കോരിയിലൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ചുറ്റി വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പം തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, കോഴിമുട്ടയൊക്കെ നന്നായിട്ട് പതഞ്ഞ് നല്ല ക്ലൗഡ് പോലെ ഇങ്ങനെ പൊങ്ങിയിട്ട് വന്നിട്ടുണ്ടാവും. ഇനി ചെറിയ ഫ്ലെയിമിൽ തന്നെ ഇത് വേവുന്ന രീതിയിൽ നമുക്കിത് കുക്ക് ചെയ്തിട്ട് എടുക്കുക. ഒരു തവി ഉപയോഗിച്ചിട്ട് ഇത് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. ഏതെങ്കിലും ഭാഗം വേവാത്തതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെന്ത് കിട്ടാനായിട്ടാണ്. ഇത് നല്ല ലൈറ്റായിട്ടുള്ള ഒരു സ്ക്രാമ്പിൾഡ് എഗ്ഗാണ്. നല്ല ടേസ്റ്റാണ് ഇത് ബ്രെഡിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ട് മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കാം. നമ്മൾ സാധാരണ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് കറി ഉണ്ടാക്കൂലേ, അതിന് പകരം ഇങ്ങനെ ആക്കിയിട്ട് അതിൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഈവൺ ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതാ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ കണ്ടല്ലോ, സംഭവം നല്ല സിമ്പിളാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈസിയുമാണ്, നല്ല വെറൈറ്റിയുമാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.